വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ലാസ്റ്റ് വ്ളോഗ് കഴിഞ്ഞിട്ട് ഞാൻ കമന്റ്സ് ഒക്കെ വായിച്ചു. അതിന് ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, ഞാൻ എൻ്റെ സ്ട്രീമിംഗ് ഗിയർ ഐ ബൈ ഫ്രം ദുബായ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യയുടെ പുറത്ത് പോയിട്ടില്ല. പിന്നെ ഇറ്റ്സ് ഗോണ ബി എ ന്യൂ എക്സ്പീരിയൻസ്. ഞാൻ നോർമൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഡൊമസ്റ്റിക് മാത്രം ബുക്ക് ചെയ്ത് ഞാൻ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റിലോട്ട് പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് വിസ അപ്ലൈ ചെയ്യണം. കുറച്ച് രാജ്യങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയത്തില്ല, എനിക്ക് വലുതായിട്ട് എനിക്കെന്ന് വെച്ചാൽ അറിയായികയില്ല. ജസ്റ്റ് ഐ നെവർ ബോതേഡ്. എനിക്ക് വലുതായിട്ട് എനിക്ക് ഇന്ത്യയുടെ പുറത്ത് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വലുതായിട്ട് ചെകഞ്ഞിട്ടില്ല. പക്ഷേ ഏകദേശമൊക്കെ അറിയാം. ചില സ്ഥലത്ത് വിസ ഓൺ അറൈവൽ ആയിരിക്കും, അവിടെ ചെല്ലുമ്പോൾ തന്നെ വിസ കിട്ടും. ചില വിസ ഫ്രീ ആയിരിക്കും, ചിലതിന് വിസ അപ്ലൈ ചെയ്ത് അപ്രൂവ് ഒക്കെ ആയിട്ട് പോകണം. അപ്പം ഇത് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ദുബായ്. അത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തേ ഉള്ളൂ, ഒരു ആപ്പ് കിട്ടി, ആ ആപ്പിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കാണിച്ചു തരാം, നമുക്ക് സെറ്റ്, നമുക്ക് ഒരുമിച്ച് പോവാം. ദുബായി പോയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാലും ഈ പോകുന്ന പൈസ ഞാൻ വസൂലാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് പേര് അവിടെ കണ്ടന്റ് ഒക്കെ ചെയ്യണം. ഫുഡിൻ്റെയും പിന്നെ കുറച്ച് കണ്ടന്റ് ഒക്കെ ചെയ്ത്, ഫുഡിൻ്റെ കണ്ടന്റ് ഇപ്പോൾ വന്നത് ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് ഞാൻ, എനിക്ക് പൈസ കുറേ എക്സ്ട്രാ അവിടെ ഇടുന്നൊക്കെ ചിലവാകുന്നതുകൊണ്ട് ഞാൻ മാക്സിമം കണ്ടന്റ് തള്ളി ഇറക്കുകയാണ്. എന്നാലും ഞാൻ നല്ല കണ്ടന്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ദുബായിലോട്ട് പോകാം. ഫസ്റ്റ് ലെറ്റ്സ് അപ്ലൈ ഈ വിസ. അതായത് കാര്യം സ്ട്രീമിംഗ് സെറ്റപ്പ് ഏതെങ്കിലും ഒരുത്തൻ്റെ വീട്ടിൽ ഓർഡർ ചെയ്യണം. ഓർഡർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാരും ചിരിക്കുന്നത് എന്നെ നോക്കി ചിരിച്ചു ആൾക്കാരത്. ഹായ് ഇല്ലെന്ന് തോന്നുന്നു. ഹായ് ഹായ്. അപ്പോൾ ഞാൻ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഈ വിസയ്ക്ക് വേണ്ടി. ഇതാണ് ആപ്പ്. ഓൾറെഡി ഞാൻ അവിടെയൊക്കെ പോയി. എന്നാലും ഞാൻ കാണിച്ചു തരാം. ബാക്ക് എടുത്ത് ഹോം അടിക്കട്ടെ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇവിടെയാണ് പോകേണ്ടത്. സ്റ്റാൻഡേർഡ് നമുക്ക് എന്തുവാണ് 25-ാം തീയതിക്കുള്ളിൽ കിട്ടും ഈ വിസ, അല്ലെങ്കിൽ 24 ദിവസം മുമ്പ് എക്സ്പ്രസ്. അതിന് കൂടുതൽ പൈസയാണ് കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും സ്റ്റാൻഡേർഡ് ബുക്ക് ചെയ്യാം. 60 days വാലിഡിറ്റി പീരിയഡ്, സിംഗിൾ എൻട്രി, 30 days ലെങ്ത് ഓഫ് സ്റ്റേ, ഒരു മാസം വരെ നിൽക്കുക. അപ്പോൾ ഇതിന് വേണ്ടത് പാസ്പോർട്ടും വിസ ഫോട്ടോയുമാണ്. വേറെ ഒന്നും വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് സെറ്റായി കിട്ടും. എന്തായാലും ഞാൻ അപ്ലൈ ചെയ്യട്ടെ. അടുത്ത പേജ് എനിക്ക് 24-ന് നേരത്തെ പോവാം, കഴിഞ്ഞു പോകാം. എന്നാലും വിസ കിട്ടുന്ന 25. അപ്പോൾ 24-ന് മുമ്പേ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ആഫ്റ്റർ നോക്കാം എപ്പോഴാണ് പോകുന്നതെന്ന്. 25-ാം തീയതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ 26-ന് പോവാം, അല്ലെങ്കിൽ 25-ന് തന്നെ പോവാം. ഫ്ലെക്സിബിൾ ഇടാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫിക്സ് മതി 25-ന്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ചെയ്യട്ടെ. ഒരു സെൽഫി എടുക്കണം, പാസ്പോർട്ട്, പിന്നെ ഡീറ്റെയിൽസും, പിന്നെ ചെക്കൗട്ടും കൂടിയാണ്. അപ്പോൾ അധികം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താവുന്നു. എനിക്കെൻ്റെ പാസ്പോർട്ട് വേണം. കുറേ നാളായി. എവിടെയാണ്? അമ്മയുടെ കയ്യിലാണെന്ന് തോന്നുന്നു. അമ്മേ പാസ്പോർട്ട് ഉണ്ടോ എൻ്റെ? ആ, എനിക്ക് ആവശ്യമുണ്ട്. അതാ ചോദിക്കുന്നത്. എവിടെ വെച്ച്? നമ്മുടെ അടുത്ത് കളഞ്ഞാ? ആരുടെ സൂട്ട് കേസ്? ഓ, എന്റെയിലാണ്. ഓക്കെ. അമ്മ ഞാൻ എന്ത് പറയാനാ, ഞാൻ ദുബായ് പോവാ. ദുബായ്. അമ്മേനെ കൊണ്ടുപോകാനുള്ള പൈസ ഇല്ല എൻ്റെ കയ്യില്. എന്താ പൈസ ഇല്ല? റെഡിയാവുമ്പോ കൊണ്ടുപോവാ. ഇത് മോചനം. ഞാൻ വർക്കിന് പോവാ. വർക്കിനല്ല, കറങ്ങാൻ പോയാ. ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോണ. എന്ത് ഞാൻ ഒരു 4-5 ദിവസത്തിൽ പോകും. 4-5 ദിവസത്തിൽ. എന്തിന്? അമ്മേനെ കൊണ്ടുപോകുന്നില്ല, ഒറ്റയ്ക്ക് പോവാ. ഞാൻ ഒറ്റയ്ക്ക് പോവാ. അമ്മേനെ പിന്നെ കൊണ്ടുപോവാ. അത് ആക്കുവാണെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേരും നിന്റെ അനിയൻ കറങ്ങാൻ പോയിരിക്കുന്നത്, നീ കറങ്ങാൻ പോകും. നല്ല കാര്യം. നല്ല കാര്യം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. വേറെ കുഴപ്പമൊന്നുമില്ല. നീ കൊണ്ടുപോകത്തില്ലല്ലോ. അമ്മ റിലാക്സ് ചെയ്ത് വീട്ടിരിക്കുമ്പോ ഐഫോൺ മേടിച്ചില്ല. ഐഫോൺ ആരെങ്കിലും അവിടെ വെറുതെ ഫ്രീ ആയിട്ട് വരുന്ന. അയ്യോ, എൻ്റെ അത്ര പൈസ ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ പാസ്പോർട്ട് എടുക്കട്ടെ. ബോയ്സ്, കൺഗ്രാറ്റ്സ്, കിട്ടിയിരിക്കുകയാണ്. ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 6800 രൂപയും 6200 ഉള്ളായിരുന്നു. പക്ഷെ 800 ഞാൻ 600 രൂപ എക്സ്ട്രാ ഒരു ഇൻഷുറൻസിന് വേണ്ടി ചെയ്ത് വെച്ച്. ആവശ്യമില്ല, ശരിക്കട്ടെന്ന് പറഞ്ഞ് 600 രൂപ എക്സ്ട്രാ ഇൻഷുറൻസ് ആഡ് ചെയ്തു. അത് ചിലപ്പോൾ എൻ്റെ പാസ്പോർട്ടൊക്കെ പോയാൽ കിട്ടുമായിരിക്കും. അല്ല, പക്ഷേ ഇത് 6800. പിന്നെ ചോദിക്കുന്നത് കറക്റ്റ് സമയത്ത് വിസ കിട്ടുമെങ്കിൽ 1000 രൂപ പിന്നെ ഇവർക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്ന കണ്ടാൽ. ചിലപ്പോൾ 7800 ആയിരിക്കും അപ്പോൾ ഏകദേശം. ഇപ്പോൾ ഈ 1000 എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഈ ആപ്പിൻ്റെ. അച്ഛൻ്റെ പറഞ്ഞിട്ട് നമുക്ക് അച്ഛൻ്റെ പറയാം ദുബായി പോവുകയാണ്. എൻ്റെ ഫസ്റ്റ് പാസ്പോർട്ട് പതിയാൻ പോവുകയാണ്. അല്ല, പതിഞ്ഞിട്ടില്ല, പതിയാൻ പോവുകയാണ്. എപ്പോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-4 ദിവസം കഴിഞ്ഞ്. 3 ദിവസം കഴിഞ്ഞ് ദുബായിലോട്ട് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്ക്. അമ്മ വരുന്നില്ല. അമ്മേനെ പിന്നെപ്പോഴത്തേക്ക് കൊണ്ടുവന്ന് അമ്മേനെ ഇതിന്റെ ഇടക്ക് കയറ്റി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. അവരെ ലഗേജ് എക്സ്ട്രാ സമ്മതിക്കത്തില്ല. ഉള്ള ലഗേജ് ഇതിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹമാണ്, സ്നേഹമാണ്. കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അയ്യോ, പക്ഷെ നീ ഒന്ന് കൊണ്ടുപോയി നോക്ക്. കടയിലാളില്ലേ? കേട്ടാ, അമ്മയില്ലെങ്കിൽ ഇഷ്ടത്തിന് പറഞ്ഞ ഇഷ്ടത്തിന് അടച്ചാൽ മതി എന്ന് കേട്ടാ. അപ്പൊ ഇനി എന്തായാലും ഞാൻ ഇത് പോയി സെറ്റ് ആക്കിട്ട് വരട്ടെ. ദുബായി പോയിട്ട്. അല്ല, ഇതിപ്പോ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ദുബായിലോട്ട് പോട്ടെ.
ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വരാം. 4 5 ഒരു മാസം നിൽക്കാൻ എനിക്ക് വലിയ വർക്കില്ല ഇവിടെ. എന്ത് ചെയ്യാൻ? എന്ത് വർക്കാണ്? വല്ല വർക്കിന് പോകണ എല്ലാ കൂട്ടുകാരുടെ പോവുകയാണ്. വർക്കിന് പോകില്ല. എന്ത് വർക്ക്? ഒക്കെ എന്ത് ലക്ഷങ്ങളുടെ ഡീലിങ്സാ. ഏടാ പൈസ അല്ലേ ചോദിച്ചത്? എന്തെങ്കിലും ജോലിയാണ്, അതോ എന്തെങ്കിലും വർക്കാണ്, എന്തെങ്കിലും ആണ് അവനവന്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള കാര്യത്തിലാണ്. ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അല്ലാതെ വേറെ അച്ഛന് പൈസയൊന്നും വേണ്ട. പൈസ ചോദിക്കുകയില്ല ആരൊക്കെ. ശരി, അച്ഛൻ ആ ട്രാക്കിലോട്ട് പോകുന്നതിന് മുമ്പേ അവിടെ തീർത്താം. നീ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് നടത്തിയെടുക്കുവാണ്. എന്ത് പറയുന്ന കാര്യം? ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്കൊരു ആവശ്യത്തിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് നീ ഇപ്പൊ ദുബായിലായി. നീ അടുത്ത സ്ഥലം നീ എങ്ങോട്ടായിരിക്കും? എനിക്ക് ദുബായിലോട്ട് അങ്ങനെ വലിയ കമ്പമൊന്നും ഇല്ല. എനിക്ക് ദുബായിലോട്ട് വലിയ കമ്പമില്ല. എനിക്ക് സൗത്ത് ഈസ്റ്റ് ഇങ്ങനെ വിയറ്റ്നാമിലോട്ടൊക്കെയാ. വിയറ്റ്നാം, സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈനയൊക്കെ എനിക്ക് പോകേണ്ടത്. ചൈന കഴിഞ്ഞ ദിവസം പോകാറുന്നല്ലേ? ചൈനയെ കുറിച്ച് നീ അത് സംസാരിക്കുന്നുണ്ട്. വേറെ അവിടെ പിന്നെ ഞാൻ പോയില്ല. ഫുള്ളി യാത്രയായിരിക്കും. ഫുള്ളി യാത്രയാ മോനെ, പറയണ്ട. എന്തായാലും ഞാൻ ആദ്യത്തെ ഒരു കൺട്രി കട്ട് ചെയ്യായിരുന്നതാ, അത് ദുബായ് ആയിപ്പോയി. അത് ഏതായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദുബായ് കട്ട് ചെയ്താൽ അതിന് പോലെ ഫുൾ കട്ടിങ് ആയിരിക്കും. ആ പാസ്പോർട്ടിന് സ്റ്റാമ്പ് അടിച്ചിട്ട് രണ്ടാമത്തെ പാസ്പോർട്ട് മേടിച്ചിട്ടുള്ളൂ. ഒരു ആവശ്യത്തിന് പോവുകയാണ്. ആവശ്യത്തിന് ഉപകാരപ്പെടുന്നില്ല. ഓ, അടുത്ത പ്രാവശ്യം സെറ്റായി കൊണ്ടുപോവാ. ദുബായ് പോകുന്നതിന് വേണം നമുക്ക് വിയറ്റ്നാമിൽ വല്ലതും പോവാം. നോക്കി ബോയ്സ്, നമ്മൾ പിന്നെ ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോവുകയാണ്. ആ സ്ഥലം എന്തായാലും ക്യാൻസൽ ആയെന്ന് തോന്നുന്നു. അതിനകത്ത് വെള്ളമൊക്കെ നിൽക്കുന്നതുകൊണ്ട് താല്പര്യമില്ല. നിങ്ങൾ കമന്റ്സിൽ പറഞ്ഞ, പിന്നെ അമ്മയും പറഞ്ഞ വെള്ളം നിൽക്കുന്നുണ്ട് വേണ്ടെന്ന്. നല്ല ചൊല്ലണമെന്നറിയാൻ മേല അവസാനം എന്നെ ചീത്ത പറയുന്നത്. അപ്പോൾ വെറുതെ കൊള്ളാത്ത സ്ഥലം കാണാൻ കൊണ്ടുപോകണം. എന്റെ കയ്യിലല്ല, അവരുടെ മൈൻഡ്. ബോയ്സ്, അപ്പോൾ ഇതാണ് പ്ലോട്ട്. കാട് കണക്ക് കിടക്കും, 9 സെന്റ്. പക്ഷേ ഈ വഴി ദൈവമേ, എനിക്ക് അച്ഛന് വേറൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അത് ആ വഴിനെക്കാട്ടും ചെറിയ വഴി. അപ്പോൾ ഇതെന്തായാലും വേണ്ട. മറ്റിനെക്കാട്ടിലും പകുതി സെന്റാണ്. ഇത് എന്താണ് ഞാൻ പറയേണ്ടത്? ഈ വഴിയൊന്നും എനിക്ക് വേണ്ട. ഈ റോഡിൽ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് അച്ഛൻ്റെ പഴയ ആ സ്ഥലത്ത് തന്നെ വീടുണ്ടാക്കുന്നത്. അമ്മയോടെ നിൽക്കുന്നു, കൊള്ളില്ല. അപ്പോൾ രണ്ടാമത്തെ, ഇത് 3ാമത്തെ പ്ലോട്ട്. അത് നിങ്ങൾ പറയണ്ട, ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ചു. സ്ഥലം അങ്ങനെ ഉണ്ടെന്ന്. സോറി, എന്ത് പറ്റി? കൊള്ളാതാ? റോങ് നമ്പർ. വേറെ നെക്സ്റ്റ് കാണിച്ചിട്ട് പറയാം. അന്നേരം ഞാൻ പറഞ്ഞു നടപ്പ് നടക്കേണ്ടി വരും. അന്നേരം ഞാൻ പറഞ്ഞു അതേതായാലും തീരുമാനം. ബോയ്സ്, അപ്പോൾ ദുബായ് പ്ലാനൊക്കെ കൺഫേം ആക്കി. ഓൾറെഡി ഈ വിസ എടുത്തോണ്ട് കൺഫേം ആയി. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കാര്യം കുറേ അധികം ആൾക്കാർ പറഞ്ഞു ഫ്രോങ്സ് എടുക്കേണ്ടെന്ന്, സേഫ്റ്റി ഇല്ല, ഓൾ ഇന്ത്യ ട്രിപ്പാണ്, അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പീസ് തിരിച്ചു വരത്തില്ല. പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് വേണം, നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് എടുക്ക്, ഫോർച്യൂണർ എടുക്ക്. അപ്പം ഞാൻ വിചാരിക്കുന്നത് മറ്റേ സഫാരി എന്ന് പറഞ്ഞ് മലപ്പുറത്ത് എന്താണ് ഒരു യൂസ്ഡ് കാർ വിൽക്കുന്നില്ലേ, അപ്പോൾ അവിടെ ഒന്ന് പോയല്ലോ യൂസ്ഡ് ഫോർച്യൂണർ നോക്കാം. എൻ്റെ ഈ ഒരു ആവശ്യത്തിനാണ്. എത്ര 10-12 രൂപ കിട്ടുമായിരിക്കുക. യൂസ്ഡ് ഫോർച്യൂണർ ആണെങ്കിൽ അതിന് EMI കിട്ടുക. വല്ല 1-2 കൊടുത്തിട്ട് ബാക്കി EMI അടയ്ക്കണം. അതിന് വേണ്ടിയാ. എന്തായാലും ഞാൻ പോവാം. ഞാൻ മറ്റന്നാളത്തേക്കുമല്ലോ, നാളെ പോവാം. ഞാൻ പറയാം നിങ്ങൾക്ക്. അപ്പം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് മഹീന്ദ്ര XUV 3X, പിന്നെ ഹോണ്ടയുടെ എന്തോ കൂടി ഉണ്ട്. ഹോണ്ട അമേസ് അല്ല, സിറ്റിയും അല്ല, ഇതിനൊക്കെ വേറെ എന്തോ ഉണ്ടായിരുന്നു. അതും കൂടി നോക്കാം. പിന്നെ വലുതായിട്ടൊന്നും ഈ റേഞ്ചിലൊക്കെ ഇതൊക്കെ ഉള്ളടേ. ഞാൻ പിന്നെ കുറച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് വേണം. ഞാൻ അവിടെ ഓരോ സ്റ്റേറ്റൊക്കെ പോയി കണ്ടിക്കേണ്ട കുണ്ടും കുഴിയൊക്കെ ഞാൻ ഈ വണ്ടി തട്ടി കൊണ്ടുവരുന്നതിനെക്കാട്ടും നല്ലത് ഈ ടൊയോട്ടയുടെ ഫോർച്യൂണർ ഇപ്പോൾ 10-12 വർഷം വഴക്കമുണ്ടായിരിക്കണം. നല്ലതായിരിക്കും വണ്ടി. നിങ്ങൾ കമന്റിൽ പറഞ്ഞ് മേടിക്കാൻ വേണ്ടി ഒരു ഓൾഡ്, പക്ഷെ അത്രയൊക്കെ നല്ലതായിരിക്കും. ഒരു 12-13 കിട്ടണം, അല്ലാതെ 20 രൂപയ്ക്ക് ഒന്നും മേടിക്കുന്നില്ല. 10-12 കിട്ടുമായിരിക്കും. എന്തായാലും കമന്റ്സിൽ പറ. ഇന്നത്തെ ഇവിടെ ചേർത്തുവാണ്. എനിക്ക് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ബുക്ക് ചെയ്യാം. ഞാൻ 26 കൊടുത്തിരിക്കുന്നത്. 26 തീയതി ആകുമ്പോൾ നമുക്ക് ഇതൊക്കെ കിട്ടും. പിന്നെ മോനെ അവിടെ പോയിട്ട് നമ്മൾ സ്ട്രീമിംഗ് സെറ്റപ്പ് ആയിട്ട് വരും. ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് ദൈവമേ, എൻ്റെ ബഡ്ജറ്റ് ഫുള്ളും കാലിയാക്കുമല്ലോ. ബഡ്ജറ്റേ ഇല്ല, എന്തായാലും കാലിയാവും. I hope you guys are wonderful and wonderful. I'll see you guys next time. Till then, take care. Peace.